ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഈ നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ പല ചർച്ചകളിലും സ്ത്രീപക്ഷ നിലപാടിനായി അല്ലെങ്കിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പല വിഷയങ്ങളിലും നമ്മൾ സിനിമാ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ മതിപ്പോടെ വിളിച്ചിരുന്ന ഒരാൾ കൂടിയാണ് ശ്രീമതി മാലാ പാർവതി. നേരത്തെയും പല വിഷയങ്ങളിലും അവർ സ്വീകരിച്ച നിലപാടുകൾ ശ്രദ്ധേയമായിരുന്നു. ഈ ഷൈനുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ അവരുടെ നിലപാടിൽ ഇത്തരമൊരു മാറ്റമുണ്ടായത് എന്തുകൊണ്ടാണെന്നാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി വിശ്വസിക്കുന്നത്? അല്ല, ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് പല വിഷയങ്ങളിലും പാർവതിയുടെ നിലപാട് ഇത്തരത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അവർ സിനിമയിൽ കുറെ കൂടെ സജീവമായത് കൊണ്ടാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയം. ആരെയും ശത്രുവാക്കാതെ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റുക, മാക്സിമം അവസരങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ പാർവതിയെ പോലെ ഒരാൾ നമുക്ക് നന്നായിട്ടറിയാം. വർഷങ്ങൾക്ക് മുൻപ് 10-20 വർഷങ്ങൾക്ക് മുൻപ് അർദ്ധരാത്രിയില് ബസ് സ്റ്റാൻഡിലൊക്കെ പോയി നിന്ന് രാത്രിയിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമായി സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്, പുരുഷന്മാർ നമ്മളോട് മോശമായി പെരുമാറാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു വലിയ എന്താ പറയാ മുൻപോട്ട് വന്ന ഒരു വ്യക്തിയാണ്. അന്നൊക്കെ സിനിമയിലൊക്കെ അഭിനയിച്ചു തുടങ്ങുന്നതിന് മുൻപ് അവർക്ക് വളരെ ശക്തമായ സ്ത്രീപക്ഷ നിലപാടുണ്ടായിരുന്നു. ഇപ്പോ സിനിമയിൽ സജീവമായതോടുകൂടെ അവരുടെ അത്തരം നിലപാടുകളെല്ലാം തന്നെ അത് മുൻപ് കാണിച്ചതാണോ ശരി, ഇപ്പോൾ കാണിക്കുന്നതാണോ യഥാർത്ഥം എന്ന് ഒരു ചെറിയ സംശയം തോന്നുന്നു. എനിക്ക് പാർവതിയോട് പറയാനുള്ള ഒരു കാര്യം, പാർവതി വേണമെങ്കിൽ അത്തരം നിലപാടുകൾ എടുത്തോളൂ. പാർവതിയോട് അങ്ങനെ സംസാരിക്കുന്ന പുരുഷന്മാരോട് പോടാ എന്ന് തമാശയായിട്ട് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞിട്ടൊക്കെ പോകാം. പക്ഷെ അത് എന്നെ എന്ന് പറയുന്ന ഭാഗ്യലക്ഷ്മിയല്ല, ഒരു സ്ത്രീയോട് മറ്റൊരു സ്ത്രീയോട് അങ്ങനെ സംസാരിക്കാൻ പറയരുത്. അത് നിങ്ങളെപ്പോലെ സംസാരിക്കുക, നിങ്ങളെപ്പോലെ പെരുമാറുക എന്നത് അത് നിങ്ങൾ മാത്രമാണ്. അത് മറ്റൊരാൾക്ക് അത് സാധിക്കില്ല. മറ്റൊരാൾക്ക് മറ്റൊരാളെ പോലെ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അത് വളരെ വളരെ പരമ പുച്ഛമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവരാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്റെ സുഹൃത്താണ്, പക്ഷെ കുറെ കാലങ്ങളായിട്ട് സഹിക്കാൻ വയ്യാത്തോണ്ടാണ് ഞാനിപ്പോ പാർവതിക്കെതിരെ ഞാൻ വന്ന് പ്രതികരിക്കുന്നത്. പല സമയത്തും അവരിങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പോട്ടെ, നമ്മുടെ സുഹൃത്തല്ലേ, നമ്മൾ ഒന്നും പറയരുത്. പക്ഷെ ഇത് വല്ലാതെ അതിര് കടന്നതുപോലെ അവരെന്ത് തമാശയായിട്ടാണ് ആ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഇന്നാണ് ആ വീഡിയോ കണ്ടത്. വളരെ ലാഘവത്തോടു കൂടെ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമുണ്ടോ, ഇതൊരു തമാശയായിട്ട് എടുത്തൂടെ, അപ്പൊ തന്നെ അങ്ങനെ പറഞ്ഞാ പോടാ എന്ന് പറഞ്ഞ് പോയാ പോരെ. അങ്ങനെയാണെങ്കിൽ ഇവർ ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ ചെന്ന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ ആക്ടർ അഭിനയിക്കുന്ന സമയത്ത് ഇവരുടെ ശരീരത്തിൽ തട്ടി എന്ന് പറഞ്ഞിട്ട് ഇവര് ട്രോമയിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവർ ഏകദേശം കുറെ അധികം ദിവസങ്ങൾ ഇവർ ട്രോമയിലായിരുന്നു. അതേ അവരിപ്പോ ചോദിക്കുന്നു, ഇതിനൊക്കെ ട്രോമയിൽ പോകേണ്ട കാര്യമുണ്ടോ? എന്നോടൊപ്പം വരുമോ എന്ന് ചോദിച്ചാൽ ട്രോമയിൽ പോകേണ്ട കാര്യമുണ്ടോ? എന്തൊരു സ്ത്രീ വിരുദ്ധതയാണ് അവരുടെ ഈ വാക്കുകളിലൊക്കെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ ഞാനൊന്ന് ബ്ലൗസ് ഒന്ന് ശരിയാക്കണം, ഞാനങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചാൽ ഭയങ്കര സ്ട്രെസ്സായി പോകുന്നു. അത് പോടാ എന്നെന്ന് പറഞ്ഞാൽ മാത്രം മാറുന്നൊരു വിഷയം മാത്രമല്ലേ ഉള്ളൂ. ഈ തൊഴിലെടുത്ത ഇത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിക്കും. അതിന് നമ്മൾ ആ തരത്തിൽ നേരിടണം. അതൊരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പ്രതികരിക്കേണ്ട, കുറച്ചുകൂടി ആർജവത്തോടെ ഈ വിഷയങ്ങളെ കാണണം, കൈകാര്യം ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണെങ്കിലോ ആയിക്കോട്ടെ, അത് അവരെങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ഞാൻ അങ്ങനെ ആവണം എന്ന് അവർക്ക് എങ്ങനെ പറയാൻ പറ്റും? അവരങ്ങനെ ലാഘവത്തോടെ അത് കൈകാര്യം ചെയ്തോട്ടെ. അവർക്ക് അതൊരു തമാശയായിരിക്കാം. പക്ഷെ എന്നോട് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ എനിക്കത് റിയാക്ട് ചെയ്യാൻ തോന്നും. ഞാൻ റിയാക്ട് ചെയ്തിരിക്കും. എന്നോട് ഒരാൾ പറയാണ് എനിക്ക് ബ്ലൗസ് ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്, എന്നാൽ ഞാനും കൂടി വരട്ടെ കറക്റ്റ് ചെയ്യാൻ എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ വെച്ച് വളരെ രൂക്ഷമായി തന്നെ പ്രതികരിക്കും. ഞാൻ ട്രോമയിലൊന്നും പോവില്ല, അത് വേറെ കാര്യം. ഞാൻ രൂക്ഷമായി പ്രതികരിക്കും. പക്ഷെ ചില പെൺകുട്ടികൾക്ക് അത് റിയാക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു മേഖലയിലാണല്ലോ ദൈവമേ ഞാൻ വന്ന് പെട്ടത്. എനിക്ക് എന്ത് ചെയ്യും? ഇത് സിനിമ എന്റെ പാഷനുമാണ്, എനിക്ക് സിനിമ ഇഷ്ടവുമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു സഹോദരനായിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ് ഇത്തരത്തിൽ ഒരു ഡയലോഗ് അവരോട് പറഞ്ഞത് എങ്കിൽ ആ സഹോദരി കഥാപാത്രം ആ പെൺകുട്ടിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അയാളുടെ മുഖത്ത് നോക്കി എങ്ങനെയാണ് ഒരു ഡയലോഗ് സംസാരിക്കാൻ പറ്റുന്നത്? പാർവതിക്ക് പറ്റുമോ? പാർവതിക്ക് പറ്റുമെങ്കിൽ
ഓക്കെ, അത് നല്ലതാ. പക്ഷെ മറ്റുള്ളവർക്ക് അത് പറ്റില്ല.